2-3 ദിവസം മുമ്പ് ഈ റോഡിൽ കയറി വന്ന ചേറിൻ്റെ മീനാണ്. അപ്പോൾ നമ്മളതിനെ എടുത്ത് വീട്ടിൽ ബക്കറ്റിലിട്ടു. മോൻ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് കൊണ്ട് നടക്കുക. ആശാൻ ചോറും മീൻ കറിയൊക്കെ കൊടുക്കാനുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ ഇന്ന് വരുന്നതിന് മുമ്പ് ഇവനെ കൊണ്ട് കുളത്തി വിടണം. അപ്പോൾ നമ്മൾ ഈ ചേറിനെ എന്തുകൊണ്ടാണ് നമ്മൾ കളയുന്നത്? ഇതിൻ്റെ ആവാസ വ്യവസ്ഥയിലൂടെ നമ്മൾ തിരിച്ചു വിടണം. ഇത് തീരെ ചെറിയ മീനാണ്. പക്ഷേ ആവാസ വ്യവസ്ഥ പ്രകാരം നമുക്ക് ഭക്ഷിക്കാൻ ഇത് യോഗ്യമല്ല. കാരണം വലുതായിരുന്നു, ഭക്ഷിക്കാമായിരുന്നു. വാ. അവനെ ഏതാണ്ട് ഈ വെള്ളത്തിലോട്ട് വിട്ട് കണ്ടോ? വെള്ളത്തിലോട്ട് നമ്മൾ അവനെ വിട്ടിട്ടുണ്ട്. ചത്തില്ല. കണ്ട വിട്ട് അവനെ നമുക്ക് പറഞ്ഞു വിടാം. അങ്ങോട്ട് പോടാ വെള്ളത്തിൽ പോടാ. അവൻ പോകുന്നില്ല, ഇവിടെ തന്നെ പാഞ്ഞ് കിടക്കുക കേട്ടോ. ഇപ്പം അവൻ്റെ ആവാസ വ്യവസ്ഥയിലെത്തിയപ്പോൾ അവനെ ഓടി ഒളിച്ചു. ഒരു ബജ്ജി മാവിൻ്റെ മുക്കി ഇടാൻ പോലുള്ള സാധനം ഇല്ല. ഇത് വളരെ ചെറുതാണ്, കുക്കിറച്ചി എന്ന് പറയുന്നത്. ഇത് ബജ്ജിക്കുള്ളതാണ്. ചെറിയ മാവിൽ മുക്കി എണ്ണയ്ക്കകത്ത് വെക്കാനൊക്കെ സൈസിലുള്ളതേ ഉള്ളൂ. പോസ് ചെയ്ത് നല്ലപോലെ ഫ്രണ്ടിലോട്ട് പോസ് ചെയ്യടാ. നല്ലപോലെ താഴത്ത് പൊങ്ങട്ടെ, കുറച്ചുകൂടെ ശകലം കൂടെ, 1 ഇഞ്ചൂടെ പൊങ്ങും. ശകലം പൊങ്ങൂടാ, ശകലം പൊങ്ങിക്കേ. വായം തുറന്നേ, ഒരു സ്മൈൽ. നമ്മൾ ആ വരാലിനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് പപ്പായ എനിക്ക് കണ്ടത്. പപ്പായ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള സൈസാണ്. എല്ലാം കാക്ക അടിച്ചിട്ടേക്ക് കേട്ടോ. നമ്മൾ കണ്ടാൽ തന്നെ ഒരു സങ്കടം വരും കേട്ടോ. ഇത്രയും നല്ല നാടൻ നാച്ചുറൽ പപ്പായ കുത്തിയിടാം. അയ്യോ, മൊത്തം പോയി. പണിയില്ലാത്ത പോർക്കും ചിലപ്പോൾ കാക്കയോ കിളിയോ ആയാൽ മതിയെന്ന്. കാരണം ഭക്ഷണം തേടിയൊന്നും പോകണ്ട. സത്യം. എത്തില്ല, വിളഞ്ഞത്. അവിടെ അടുത്ത വിളഞ്ഞത് കിട്ടിയിട്ടുണ്ട്. നല്ല പഴുത്ത പപ്പായ. ഇത് നല്ല മീൻകറിയും ഉണ്ടെങ്കിൽ ഭക്ഷിക്കാം. എന്തി അതെന്താ തല്ലിയതാ? ഈ ഭാഗം കുറച്ച് തല്ലിയിട്ടുണ്ട്, തറ വീണപ്പം. അപ്പം ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, കേക്കൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പം പിന്നെ ഇത് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയും ഒരു നാച്ചുറലായ ഫ്രൂട്ട് വേറെ ഒരിടത്തും കിട്ടില്ല. അപ്പം നമുക്ക്